ഹായ്! ഇന്ന് ഞാൻ കോഴിക്കോട് പോവാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ കാണാനാണ് പോണേ. ഇതാണ് ആള്. ഓളെന്റെ കസിനാണ്. കസിൻ മാത്രമല്ല ചെറുപ്പം തൊട്ട് എൻ്റെ എല്ലാവരുടെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ട്ടോ. ഞാൻ പോയപ്പോൾ അവിടെ ഫോക്കസ് മാളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോക്കസിനുള്ളിൽ തന്നെ കയറിട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഓരോ ഫോട്ടോസ് എടുത്ത് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കി നേരെ ഞങ്ങൾ മാനാഞ്ചിലേക്ക് പോയി വിചാരിച്ചിട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. അങ്ങനെ മാനാഞ്ചിരെ പോയപ്പോൾ അവിടെ വലിയൊരു നേക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് കോഴിക്കോട് ബീച്ചിൽ പോയി. ബീച്ചിൽ പോകാണ്ട് എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ തോന്നുക. അങ്ങനെ ബീച്ചിൽ പോയപ്പോൾ ഇവിടെ പഴയ ബീച്ചല്ല കേട്ടോ. ബോട്ടിങ്, കുതിര, ഒട്ടകം, അങ്ങനെ കുറേ സംഭവങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലമായി ബീച്ച് വിട്ടു, അതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ അറിയില്ല. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ ബൂത്തിൻ്റെ ആൾക്കാരൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് നമ്മളെ പണ്ടത്തെ പോലെ പരങ്ങനുള്ള കടകളൊക്കെ മാറി ഇപ്പോൾ അതാ നിരങ്ങനാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സെറ്റപ്പ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്തെങ്കിലും തിന്നുന്നുണ്ടെങ്കിൽ അവിടെ വരെ പോയി തിന്നിടും. പണ്ടാകുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കണ്ട് രാത്രി ആവുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടി വരിക കേട്ടോ. ഞങ്ങൾ വീണ്ടും മാനാഞ്ചിറ പോയി. മാനാഞ്ചിറ എന്തായാലും ലൈറ്റൊക്കെ കത്തി അടിപൊളിയാവുമെന്ന് വിചാരിച്ചു. കാരണം ക്രിസ്മസ് ഒക്കെ ആവാനാകുമ്പോൾ അവിടെ സൂപ്പറാണ് സാധാരണ. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, അവിടെയൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. പിന്നെ അവിടെ ഏതായാലും പോയത് ഞങ്ങൾ കുറേ നേരം രാത്രി അവിടെ ഇരുന്ന് കുറേ കഥ പറഞ്ഞു കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഇനി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.